Thank you, Scale Up Conclave, for this initiative. So actually, I'm very happy to sit here. One of the golden era of entrepreneurs എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്, എസ്പെഷ്യലി ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഒരു സെലിബ്രിറ്റീസ് ആയിട്ട് കാണുന്ന ഒരു കാലത്ത്. സോ ഐ എം റിയലി എൻജോയിങ് ദി ജേർണി ഓഫ് ഓൾ ദി ഓണ്ടർപ്രണേഴ്സ് അറൌണ്ട് ദി വേൾഡ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറിയൽ എന്താ പറയുക ഗ്രൂപ്പ് ലോകത്ത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ മല്ലൂപ്രിണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, മല്ലൂപ്രിണർ, മലയാളി ഓണ്ടർപ്രണേഴ്സ്. എവറി nook and corner ഓഫ് ദി വേൾഡിലും നൗ വി ക്യാൻ സീ ദി മലയാളി ഓണ്ടർപ്രണേഴ്സ് ഓർ ദി മല്ലൂപ്രിണർ. അത് ഇനി എന്താ പറയുക, ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആഫ്രിക്കൻ കൺട്രീസിലെ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിലും ശരി, ഇനി അതല്ല ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് ഓർ അമേരിക്കൻ കൺട്രീസ് ആണെങ്കിലൊക്കെ ശരി, almost across the nook and corners of the world we can see these mallupreneurs. And interestingly, മൂന്ന് ഗ്ലോബൽ ലെവലിൽ സ്കെയിൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് ഓണ്ടർപ്രണേഴ്സും ആണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. സോ ഐ ഹോപ്പ് യു വിൽ ബി ഹാവിങ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ and we are having a limited time also. So I will start with Mr. Hilar Abdullah. Okay. So Hilar ka ദുബായ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫാസ്റ്റ് ബിസിനസ് ലൈൻ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി, ഒരു ഏജൻസി. എന്താണ് ഈ ഫാസ്റ്റ് ബിസിനസ് ലൈൻ? ലെറ്റ് us start with this fast business line. What is the concept behind this fast business line? എൻ്റെ പേര് ഹിലർ അബ്ദുള്ള. ഞാൻ ഫാസ്റ്റ് ബിസിനസ് ലൈൻ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ദുബായ് ബേസ്ഡ് ആണ് കമ്പനി. ദുബൈയിലും ഖത്തറിലും സൗദി അറേബ്യയിലും നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ബിസിനസ് ലൈൻ എന്ന് പറഞ്ഞാൽ ദുബൈയിൽ വരുന്ന ആളുകൾക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അതിനു വേണ്ട എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റേഷനും, അവർക്ക് വേണ്ട ഓഫീസുകളും മറ്റ് ബന്ധപ്പെട്ട അവരുടെ അവരുടെ സ്റ്റാഫിൻ്റെ റെസിഡൻസ് വിസകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളുടേത്. ദുബൈനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പെട്ടെന്ന് ലഭിക്കണം എന്നുള്ള ഒരു സെറ്റപ്പാണ്. അങ്ങനെയാണ്, എല്ലാം അവർക്ക് പെട്ടെന്ന് ലഭിക്കണം. ഒരു പ്രിന്റ് എടുക്കുകയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് അവിടെ എല്ലാവരും വരുന്നത്. നമ്മൾ ഫാസ്റ്റ് ബിസിനസ് ലൈൻ എന്ന നെയിമാണ് സെലക്ട് ചെയ്തത്. അത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ദുബൈയിലാണ് ഞാൻ 26 ഇയേഴ്സിന് മുമ്പ് ഞാൻ ദുബൈയിൽ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോബ് തന്നെയാണ് ഞാൻ കൺവേർട്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. സോ ക്യാൻ ഐ നോ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് യു? ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ദുബായ് പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ഒരു ബിസിനസ്, ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് കാണുന്ന ദുബായിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ most of we people think that you should have a very strong background, very strong financial background. ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളുകൾക്കാണ് ദുബായ് പോലുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ധാരണ. ഒരു കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Can you tell that story to them? ഒരിക്കലുമല്ല. എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഞാൻ ദുബൈയിലേക്ക് പോയത്. അതായത് എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്താണ് ദുബൈയിലേക്ക് പോയത്. അപ്പോൾ നിങ്ങളൊരിക്കലും ഒരു വലിയൊരു ബിസിനസ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടേ ദുബൈയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. ആർക്കും ഏത് തരത്തിൽ വേണമെങ്കിലും ദിർഹം 5000 ദിർഹംസ് മുതൽ യു ക്യാൻ ഗോ അപ്പ്. അത്രയും വലിയ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രൊഫഷൻ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലാണ് പാഷൻ ഉള്ളത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ള ആ ഒരു ചിന്താഗതി ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു യു. മിസ്റ്റർ ഇബ്നു മോർഫിൻ വെൽസ്ലി, ആൻഡ് യു ആർ മൈ ഫ്രണ്ട് ഓൾസോ. ഇബ്നുവിനെ ഞാൻ എപ്പോഴും വളരെ ഒരു കോൺട്രേറിയൻ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. നോർമലി നമ്മളൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഒരു ലോക്കൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്ലോബലി സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ, അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു ട്രെൻഡ്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലോബൽ ലെവലിൽ ഓൾമോസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ആൻഡ് നൗ യു ആർ ഹാവിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ യു ആർ ഹാവിങ് കമ്പനീസ് ഇൻ ഇന്ത്യ ഓൾസോ. എങ്ങനെയായിരുന്നു അവർ എക്സ്പീരിയൻസ്? എസ്പെഷ്യലി ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഹാവിങ് ക്ലയൻസ് ഇൻ ഓൾമോസ്റ്റ് 32+ കൺട്രീസ് അക്രോസ് ദി വേൾഡ്. അപ്പോൾ ഗ്ലോബലി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ശേഷമാണ് ഈവൻ ഇന്ത്യയിൽ പോലും ഇവനും ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ളത്. ആൻഡ് റീസെൻ്റ്ലി ഐ നോ ദാറ്റ് you are going to enter the Indian stock trading industry also. എന്താണ് അതിൻ്റെ ഒരു റീസൺ? ഈ ഒരു ഗ്ലോബൽ ലെവലിൽ നിന്ന് നാഷണൽ ലെവലിലേക്ക് വരാനുള്ള ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു സ്റ്റോറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പിന്നെ അത് ഇപ്പം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഗ്ലോബൽ നാഷണൽ എന്നുള്ള ഒരു വേർഡൊന്നും ഇല്ല. ലോകം മൊത്തം ഒന്നായിട്ടുണ്ട്. ഗ്ലോക്കൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോക്കൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇന്ത്യയിലോട്ട് വന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വേറെ ചില ബിസിനസ്സുകൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു ഇൻഡസ്ട്രി, ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ്,
അതിന് ഏറ്റവും നല്ലത് പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടത്തെക്കാട്ടും ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി അവിടെ ആയതുകൊണ്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. വീണ്ടും ഇപ്പോൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ആ ഇൻഡസ്ട്രി അല്ല, ഒരു മോർഫ് യൂണിവേഴ്സിറ്റി എന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, അതായത് മണി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. ഇപ്പം നമ്മൾ സ്കൂളിൽ പിന്നെ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, പിന്നെ ഫിസിക്സ്, കണക്ക്, ബയോളജി, ഇങ്ങനെ ഇഷ്ടം പോലെ സബ്ജക്റ്റ് പഠിക്കും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനോ അതല്ലെങ്കിൽ ഒരു സമ്പത്തിനെ പറ്റിയോ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അത് ഉണ്ടാക്കിയ സമ്പത്ത് ഇപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഒരുപാട് ഏൺ ചെയ്യും. ഏൺ ചെയ്തിട്ട് ആ ഏൺ ചെയ്ത് നിലനിർത്തുന്നില്ല, ഒരു ഘട്ടം വരുമ്പോൾ അത് താഴോട്ട് പോവുകയാണ് കൂടുതലും കാണുന്നത്. അതായത് നമ്മൾ ഒരു ലെവലിൽ എത്തുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി ആ ലെവലിൽ നിലനിന്ന് പോവുക, അങ്ങനെ ഗ്രാജുവലി ഗ്രോത്ത് ഉണ്ടാകാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ മണീനെ പറ്റി എല്ലാം പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മോർഫ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ഗ്ലോബൽ പ്ലാൻസ് ഓൾസോ ഫോർ ദാറ്റ്, നോ? എങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് പ്ലാൻ എന്താണ്? അതെ, അതായത് അത് പിന്നെ ഈ മോർഫ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഒരു ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, അതായത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അതായത് സമ്പത്തിനെ പറ്റി ആർക്കെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോമിൽ വന്ന് എന്ത് ചെയ്യാം, അവർക്ക് അവരെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അവരെ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക. പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത ഇൻട്രാക്റ്റീവ് മോഡാണ്. ഞാൻ കൂടുതൽ ആ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാൻ ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ അതല്ല, അതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. പിന്നെ അത് ഗ്ലോബൽ ലോകത്തുള്ള ആർക്കും ഏത് ലാംഗ്വേജും പിന്നെ ഏത് കോഴ്സും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും, ആ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് കാരണം. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത്, നമുക്ക് ഇപ്പം ഓൾ ഓവർ വേൾഡ് കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്കുകൾ, ബിഗ് ഇൻവെസ്റ്റേഴ്സ്, ഇത് ബാങ്കുകളാണ് മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. $6 ട്രില്യൺ ടേൺ ഓവർ ഒരു ദിവസം ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. പക്ഷേ ഇതിൽ വരുന്ന റീറ്റെയിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ കൂടുതൽ ലോസാണ്, 77% ലോസാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളെ ഞാൻ ഇത് കാണുന്നുണ്ട്. അപ്പം ഇതിന്ന് എന്താണ് ആളുകളെ അത് എങ്ങനെ അതിന്ന് മുക്താക്കാന്ന് ചിന്തിച്ചാണ് എന്ത് ചെയ്തത്, ഞാൻ ഈ ലേണിങ്ങിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു റിയൽ എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ലേണിങ്ങിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. Okay, so you are having clients from almost 32+ countries across the world. എന്താണ് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷറും ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും? മീൻസ് ഇവിടെയൊക്കെ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല ആളുകൾക്കും അത് വലിയൊരു സ്വപ്നമാണ്, അക്രോസ് ദി വേൾഡ് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അക്രോസ് ദി വേൾഡ് ക്ലയൻറ്റ് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇവനൊരു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവനും ഇതുപോലെ ഒരു സാധാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇനീഷ്യലി ദുബായ് ബേസ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ ഹബ്ബ് എന്നുള്ള രീതിയിൽ ദുബായ് ബേസ് ചെയ്തിട്ട് ലേറ്റർ ഓൺ ഒരുപാട് കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് ഇവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ദർ, ദാറ്റ് സ്കെയിലിംഗ് അപ്പ് എക്സ്പീരിയൻസ്? അത് പിന്നെ എന്താ പറയുക, അതിന് നമുക്കൊരു ഗ്ലോബലി ഒരു സാധനം ഡെവലപ്പ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പം വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ആ ഒരു വിൽ പവർ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെ നൈക്കിൻ്റെ പരസ്യം പോലെ ജസ്റ്റ് ഡു ഇറ്റ്, അതങ്ങ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. നമ്മൾ ചെയ്യാൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാതിൽ തുറക്കപ്പെടും. ഇപ്പം ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ ഇവൻറ്റുകളിൽ എന്ത് ചെയ്യും, ഞാൻ പങ്കെടുക്കും, അവിടുന്ന് കണക്ഷൻസ് ഉണ്ടാക്കും. ആ കണക്ഷൻ വഴി ഞാൻ ആ രാജ്യങ്ങളിൽ എന്ത് ചെയ്യും, ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ സബ് ബ്രോക്കേഴ്സ് നമ്മൾ അണ്ടറിൽ വരും, അവരെന്ത് ചെയ്യും, പിന്നെ അവിടെ ആ രാജ്യങ്ങളിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് തയ്യാറാവാണല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഈ സ്കെയിലപ്പ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തു. പക്ഷേ ഇന്ന് കണ്ട ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് സംബന്ധമായ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്, സ്കൂളിൽ പോകുക, നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലി നേടുക എന്നുള്ളൊരു ഉപദേശമാണ്. ഇപ്പം ആ ഉപദേശം വീട്ടിൽ നിന്ന് ഇപ്പോഴും കിട്ടുന്നുണ്ടാകും. കാരണം ഇപ്പോഴും അവരെന്താണ് ആ ജനറേഷനിലുള്ളത്, മില്യനേഴ്സിനുള്ള ജനറേഷൻ. ഇപ്പോൾ ജനറേഷൻ തെറ്റൊക്കെ അതിലൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. അവർ ബിസിനസ്സെ പറ്റിയൊക്കെ ചിന്തിക്കാനും ഇതുപോലത്തെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ. നമ്മളിപ്പോൾ തന്നെ നമ്മളൊരു വളണ്ടിയർ അവിടെ സംസാരിച്ചപ്പോൾ കണ്ട്, അവരെ കോളേജിൽ നിന്നുണ്ട്, ഒരു ബിസിനസ് ക്ലബ്ബ് ഉണ്ട്, ഇതൊക്കെ ഇവിടെ വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പോകാൻ വേണ്ടി പറ്റും. നമ്മളതിന് ശ്രമിക്കുക, അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു കഴിവ് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈവൻ പ്രോപ്പർ ലാംഗ്വേജ് പോലും എനിക്കില്ല. എനിക്ക് ഏറ്റവും നന്നായി സംസാരിക്കാൻ മലയാളം മാത്രമേ അറിയുള്ളൂ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് ഹീസ് ടെല്ലിംഗ്. നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഓൺലി ഇഫ് യു ആർ ഹാവിങ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഗുഡ് ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ഗ്ലോബൽ ലെവലിൽ നമുക്ക് ഒരു എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇബ്നു. ഹി ഹിംസെൽഫ് സെയിങ് ദാറ്റ് ഹി ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് ഗുഡ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഓർ എനിത്തിങ്, ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് ദാറ്റ് ഫാക്ടർ? എന്താണ് ശരിക്കും ആ ഒരു ഇത്രയും കൺട്രീസിലേക്കൊക്കെ ഒരു എക്സ്പോഷറും ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കിയത്? ലാംഗ്വേജ് സ്കില്ലൊന്നും ഇല്ലാതെ എങ്ങനെ അവിടെയൊക്കെ കയറി അത് ബിൽഡ് ചെയ്തു? അത് ഞാൻ പറഞ്ഞില്ല, അതിന് പ്രത്യേകിച്ച് ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അഗൈൻ ഇന്റർപ്രിറ്റിംഗ്, നമ്മുടെയൊക്കെ ഒരു ധാരണ, എസ്പെഷ്യലി മലയാളീസിൻ്റെ ഒരു ധാരണ നമുക്ക് ലാംഗ്വേജ് സ്കില്ല് ഇല്ല എന്നുള്ളതാണ്. നല്ല ഇംഗ്ലീഷിൽ വളവള സംസാരിക്കാനുള്ള സ്കില്ലില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്സും ഓപ്പർച്യൂണിറ്റീസും ഒന്നും നമുക്ക് മുമ്പിൽ
ഓപ്പൺ ചെയ്യില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക്കലി ഇവനോട് ചോദിക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ലാംഗ്വേജ് സ്കില്ലില്ല. എനിക്ക് നല്ല കണക്ഷൻസ് ഈ പറഞ്ഞ 32 രാജ്യങ്ങളിലും നല്ല കണക്ഷൻസ് ഉണ്ട്. നല്ല എന്നേക്കാൾ പ്രൊഫൈലിൽ ഹൈ പ്രൊഫൈൽ നിൽക്കുന്ന ആളുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങൾ ഇപ്പം നമ്മളടുത്ത് തമിഴൻ വന്ന് മലയാളം സംസാരിക്കുമ്പം ആ തമിഴൻ മലയാളം തിരിച്ച് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല, ചിരിക്കൂല. കാരണം നമ്മളെ ലാംഗ്വേജ് അല്ല തമിഴ് എന്നുള്ളത്, അതായത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് അല്ല മലയാളം എന്നുള്ളത് നമുക്കറിയാം. ഇതേപോലെയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നല്ല, തെറ്റുകളുണ്ടാവും, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, പല തെറ്റുകളുണ്ടാവും. പക്ഷെ അത് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കും. നമ്മൾ മലയാളികൾ പൊതുവെ ചെയ്യുന്ന എന്താണ്, ഇത് ചിന്തിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കും. അങ്ങനത്തെ സദസ്സിൽ എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കാനുള്ള ആളാണ് നമ്മൾ. ഏത് സമയത്തും നമുക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനുള്ളത്, അതായത് നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയാണ്, കമ്മ്യൂണിക്കേഷനാണല്ലോ, അത് അങ്ങ് ചെയ്യാന്നുള്ളതാണ് അതിനൊക്കെ ഉള്ളൊരു കേസ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു വാല്യൂ ഓറിയൻറ്റഡ്, ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ്സിലൊക്കെ പക്ക 100% വാല്യൂ കീപ്പ് ചെയ്തേ ചെയ്യുള്ളൂ. അപ്പം അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അത് അവർക്ക് ആ ജെന്യൂനിറ്റി ഫീൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ആ ഒരു expansion saw that in your profile that you have even attended, you are having connection with Robert Kiyosaki. Robert Kiyosaki എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു എസ്പെഷ്യലി ഫോർ ദി ഓണ്ടർപ്രണറിയൽ കമ്മ്യൂണിറ്റി ഒരു വളരെ ഡ്രീം പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരാളാണ്. ഈ റോബർട്ട് കിയോസാക്കിന്റെ ഇവനു ഈ ലാംഗ്വേജ് സ്കില്ലൊന്നും ഇല്ല എന്നുള്ളത് സ്വന്തം എന്താ പറയാ ഓക്കെ എന്ന് പറയുന്ന ഒരാള് ഈവൻ റോബർട്ട് കിയോസാക്കിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വരെ ഇവനുവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. സോ ആക്ച്വലി ഹൗ ദാറ്റ് ഹാപ്പൻഡ്? മീൻസ് ഇതൊക്കെ ഒരു ഗ്ലോബൽ സ്കെയിലിംഗ് അപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് പറയാമോ? സ്കെയിലിംഗ് അപ്പായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും റോബർട്ട് കിയോസാക്കി നമ്മളൊക്കെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഇന്ന് ഒരു വലിയ സംഭാവന ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ആ പുസ്തകം എന്ത് ചെയ്യണം, വായിക്കണം. കാരണം നമുക്ക് എങ്ങനെ ഒരു ഫിനാൻസ് മാനേജ് ചെയ്യാമെന്ന് എങ്ങനെ അത് അത്രയും പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ കാണണമെന്നും പ്രോഗ്രാം പങ്കെടുക്കണമെന്നും ഒക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് അത് പക്ഷേ എങ്ങനെ സംഭവിക്കുന്ന അറിയില്ല, US പക്ഷേ എനിക്ക് ശിവക്കേര നമ്മുടെ ഇന്ത്യൻ ഓതർ നല്ല കോൺടാക്റ്റാണ്. ശിവക്കേര വഴിയാണ് എനിക്ക് ആ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ് എനിക്ക് ആ ബർത്ത്ഡേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളത്. Okay, very interesting. So I will again come back to you. So hi Miyanda, 33 Holdings എന്ന് പറയുന്ന ഒരു കമ്പനി. So it seems very interesting, especially the diverse portfolio, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ആൻഡ് റൈറ്റ് നോ ഐ തിങ്ക് യു ആർ ഹാവിങ് ഓൾമോസ്റ്റ് 37+ ബിസിനസ്സസ്. ഏകദേശം 37ലധികം ബിസിനസ്സുകളിൽ മിയന്ത അത് എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞത്. ഈ ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ളത് എന്താ പറയുക, മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന അതേപോലെ തന്നെ ഒരു ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ ആക്ച്വലി ഇറ്റ് ഇസ് എ വെരി റിസ്കി തിങ് എന്നാണ് പൊതുവെയുള്ള ധാരണ, അല്ലെങ്കിൽ പൊതുവെ കിട്ടുന്ന അഡ്വൈസ്. ഇപ്പം ഞാനൊക്കെ മൾട്ടിപ്പിൾ സംഭവങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് പോലും ആ ധാരണ ഉണ്ട്, സോ വൺ പേഴ്സൺ കനോട്ട് ഡൈവേഴ്സിഫൈ, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരേപോലെ പലതിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ 33 ഹോൾഡിങ്സ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ ദി ബിഗിനിങ് സ്റ്റേജസ് യു ആർ ഹാവിങ് ഓൾമോസ്റ്റ് 33 കമ്പനീസ്. So how you are managing this diverse portfolio, that also especially in a global context, ഒരു ഗ്ലോബലി ഉള്ള പല എന്താ പറയുക ബിസിനസ്സുകളാണ് മിയന്ത അതിനുള്ളത്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. 33 ഹോൾഡിങ്സ് ഫസ്റ്റ് തന്നെ 33 കമ്പനി ആയതല്ല, അത് 33+ കമ്പനി ആയതല്ല. In how many years? It took time, 15 years എടുത്തിട്ടാണ് ഇവിടം വരെ. So initially you started from India or outside India? സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലാണ്. കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഗ്രീൻ ലാമിൻ്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഡിസ്ട്രിബ്യൂട്ടറും ആയിട്ടാണ്, ഓൾ കേരള ആയിട്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണതിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ മാർക്കറ്റാണ്, 1.4 ബില്യൺ പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ ബിസിനസ് ഇതുവരെ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സ് വരെ അത്ര ഈസി അല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സ്കെയിലപ്പ് പോലത്തെ ഓരോ പരിപാടികൾ വരുന്നുണ്ട്. അങ്ങനെ സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. ഇപ്പോൾ അബ്ദുള്ളക്ക പറഞ്ഞ പോലെ ദുബായിലാണെങ്കിൽ ജസ്റ്റ് ഫാസ്റ്റ് ലൈനിൽ പോയി 5,000 ദിർഹംസ് കൊടുത്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഒരു ടഫർ സിറ്റുവേഷനിൽ നിന്ന് ഗ്ലോബലിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. നമ്മളെപ്പോഴും മലയാളികളെപ്പോഴും ഒരു കേരള ഡ്രിവൺ ആവും. മലയാളികൾ കൂടുതലും നോർത്തിലേക്കോ അതല്ല കേരളം വിട്ടിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാറില്ല. അപ്പോൾ ഇന്ത്യ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല.
So now you're focusing more on these Indian businesses or the outside business? ഇല്ല, ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞ പോലെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് 33 ഹോൾഡിങ്സ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതും ഡൈവേഴ്സിഫിക്കേഷന് ഒരു അതർ സൈഡ് ഉണ്ട്. അതായത് ഫോക്കസ് ഇല്ലാതാകാം. നിങ്ങളെ കമ്പനിക്ക് ഫസ്റ്റത്തെ കമ്പനി, ഓരോ കമ്പനിയും സിസ്റ്റവും പ്രോസസ്സും പീപ്പിളും ഇല്ലാതെ, പീപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങളെ ലീഡേഴ്സ്, നിങ്ങളെ ടീമിൽ ലീഡേഴ്സ് വേണം. നിങ്ങൾക്ക് വേണ്ടി, കമ്പനിക്ക് വേണ്ടി തിങ്ക് ചെയ്യുന്ന ആൾക്കാർ വേണം. അങ്ങനെ അതൊരു സിസ്റ്റം ഡ്രിവൺ, പീപ്പിൾ ഡ്രിവൺ കമ്പനി ആവുമ്പോൾ നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഡേഞ്ചറസ് ആവും, അത് ഒരു ബാഡ് മൂവ് ആവും. എപ്പോഴും നമ്മളെ ഓരോ ബിസിനസ്സും സ്റ്റേബിളാന്ന് അറിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊരു ഡേഞ്ചറസ് സാധനമാണ് ഡൈവേഴ്സിഫൈ ചെയ്യണത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തില്ലെങ്കിലും ഡേഞ്ചറസ് ആണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെയാവും. So in your opinion, which is the hottest country, ഒരു ഗ്ലോബലി സ്കെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള, ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് വി ആർ ഹാവിങ് ഓപ്പണിങ്സ്, ഏറ്റവും ഒരു ഹോട്ടസ്റ്റ് കൺട്രി ആയിട്ട് കാണാൻ പറ്റിയൊരു? എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. ഡെവലപ്ഡ് കൺട്രീസ് ആകുമ്പോൾ അവിടെ പ്ലേയേഴ്സ് ഉണ്ടാവും, എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയിലാണ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. ഇന്ത്യ ഒരു വലിയ എക്സാമ്പിളാണ്, ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. അതുപോലെ ആഫ്രിക്കൻ മാർക്കറ്റ് ഇറ്റ്സ് കമ്മിങ് അപ്പ്. എപ്പോഴും സാച്ചുറേറ്റഡ് ആയ മാർക്കറ്റിൽ പോകാതെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ചെയ്യുന്ന ബിസിനസ് തന്നെ ചെയ്യാന്നുള്ള ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതൊന്ന് മാറിയിട്ട് എല്ലാവരും ചെയ്യുന്ന ബിസിനസ് സെയിം ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്ത് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ചെയ്യാന്നുള്ള, അതായത് പ്രൈസ് കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് നന്നായി പോകും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയെ നമ്മൾ നശിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യണം, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരും. ഓക്കെ, സോ വിച്ച് ഇസ് ദി ഹോട്ടസ്റ്റ് ഇൻഡസ്ട്രി ആസ് പെർ യുവർ റീഡിംഗ്? അങ്ങനെ ഹോട്ടസ്റ്റ് ഇൻഡസ്ട്രി ഒന്നും ഇല്ല. ഐ ആം ആസ്കിംഗ് ഇൻ എ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. ഇന്ത്യയിൽ മാത്രമല്ല, ഓഫ് കോഴ്സ് ഓൾ ഇൻഡസ്ട്രീസ് ആർ ഹോട്ട്. ഫുഡും ഹെൽത്തും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും. പക്ഷെ നമ്മൾ ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രീസ്, ഗ്ലോബലി ഉള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് ബിസിനസ്സുകൾ എന്താ അതിനുണ്ട്? അതിൻ്റെ ഒരു പോസ്റ്റ് കോവിഡ് ഹെൽത്ത് ഇൻഡസ്ട്രി ഇറ്റ്സ് ഡൂയിങ് ഗുഡ്, നന്നായിട്ട് പോകുന്നുണ്ട് പോസ്റ്റ് കോവിഡ്. പക്ഷേ അതിലും അപ്ഡേഷനും ടെക്നോളജിയും ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും ഒരു ബിസിനസ്സും സസ്റ്റെയിൻ ചെയ്യില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ എന്താണ് വരാൻ പോകണമെന്ന് അറിയില്ല. നെക്സ്റ്റ് 10 ഇയേഴ്സ് പോട്ടെ, 5 ഇയേഴ്സിൽ എന്താ വരാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്യണതും. കാരണം എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ ഇടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഡൈവേഴ്സിഫൈയും ചെയ്യണത്. കാരണം ചില ഇൻഡസ്ട്രി ഓബ്സലീറ്റ് ആവും. ഇപ്പോൾ പണ്ടുള്ള പല കമ്പനികളും ഓബ്സലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഞാനൊരു STD ബൂത്ത് നടത്തിയ ആളാണെങ്കിൽ അത് 100 STD ബൂത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ ഓബ്സലീറ്റ് ആയി. അപ്പോൾ എപ്പോഴും ഇൻഡസ്ട്രി കൂടുതൽ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത് ഇഫ് യു ക്യാൻ ഫോക്കസ് ഇൻ ഓൾ ബിസിനസ് വിത്തൗട്ട് എഫക്റ്റിംഗ്, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്, വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും. ഓക്കെ, താങ്ക് യു. കിളർക്കാം, നിങ്ങൾ ഫാസ്റ്റ് ബിസിനസ് ലൈൻ അല്ലെങ്കിൽ ഒരു ദുബായ് ബേസ് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഫെസിലിറ്റേറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണുള്ളത്. സോ ഡേ ടു ഡേ യു ആർ സീയിങ് എ ലോട്ട് ഓഫ് ഓണ്ടർപ്രണേഴ്സ്, എസ്പെഷ്യലി ദ ഓണ്ടർപ്രണേഴ്സ് ഫ്രം ഇന്ത്യ, എസ്പെഷ്യലി ദി ഓണ്ടർപ്രണേഴ്സ് ഫ്രം കേരള, ഈ മലയാളികളായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സും. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു അഡ്വൈസ്? ഡെയിലി ഐ തിങ്ക് many clients will be coming to you for their supports. സോ ഓൺ വൺ സൈഡ് നിങ്ങൾ ഫാസ്റ്റ് ബിസിനസ് ലൈൻ എന്ന് പറയുന്നത് ദുബായ് പോലുള്ള ഒരു ഗ്ലോബൽ ഹബ്ബിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പാരലലി യു ആർ ട്രൈങ് ടു ഹെൽപ്പ് ദ അതർ ഓണ്ടർപ്രണേഴ്സ് ഓൾസോ ടു സെറ്റ് ദെയർ ഓൺ ബിസിനസ്സസ്. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ദർ? പക്ഷെ ആക്ച്വലി നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എന്ത് ബിസിനസ്സാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു ദുബായിൽ വന്ന് ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യാറുള്ള ആളാണ്, എൻ്റെ വീഡിയോകളിലൊക്കെ പറയാറുള്ളതാണ്, എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 10,000 ദിർഹംസ് ആണ് ഒരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 6 മാസത്തേക്കുള്ള എക്സ്പെൻസിനുള്ള പൈസ നമ്മുടെ അടുത്ത് കാണണം. 10,000 ദിർഹംസുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും 9,000 കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യരുത്. അതിന് അടുത്ത 6 മന്ത്സ് റൺ ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത്
ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇനി വേറെ ഒരു വളരെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് ഓൾ GCCയിൽ. പ്രൊഫഷണൽ ലൈസൻസ് സർവീസ് നമ്മുടെ തുടങ്ങാൻ ചിലപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും, എസ്പെഷ്യലി മലയാളീസ് ആണെങ്കിൽ ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ. സോ ഡു യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ് ദി ഗ്രോത്ത് ഓഫ് ദോസ് കമ്പനീസ്? പല കമ്പനീസും ഒരു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പൂട്ടിപ്പോകുന്നുണ്ടായിരിക്കാം. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ, ഒരു ഇന്ത്യൻ കോൺടെസ്റ്റ് വിട്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാതെ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മേജർ റീസൺ എന്താണ്? അല്ലെങ്കിൽ പൊതുവേ ആ ഒരു റേഷ്യോ എന്താണ്? മെജോറിറ്റി ഓഫ് ആളുകളും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ക്ലോസ് ആവുന്നുണ്ടോ, അതല്ല മെജോറിറ്റി ഓഫ് ആളുകളും ബൂം ചെയ്ത് പോകുന്നുണ്ടോ? നിങ്ങളുടെ ഒരു റീഡിങ് എന്താണ്? ഒരു 70% ആൾക്കാർ സെക്കൻഡ് ഇയർ റിന്യൂ ചെയ്ത് നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ അതാണ് നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വേറൊരാളെ മാനേജറാക്കി കൊണ്ടുവന്ന് അവരോട് ബിസിനസ് ചെയ്യാൻ പറയരുത്. ബിഗിനിങ്ങിൽ നമ്മളുടെ ഇൻ്റർവെൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിഗിനിങ്ങിൽ നമ്മളത് ഇൻവോൾവ് ചെയ്ത് എന്നിട്ട് ആ ബിസിനസ് വളർത്തിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് ബാക്കൗട്ട് ചെയ്യാൻ പറ്റൂ, മറ്റൊരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് മാറിയിട്ട് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ഉയരത്തിൽ നിന്നിട്ടുള്ള ആളുകൾ GCCയിൽ പെട്ടെന്ന് തന്നെ കൈവിട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബലി സ്കെയിൽ ചെയ്യാനുള്ള ഒരു പ്രൊഫഷണലിസം ഒക്കെ നമ്മുടെ ആളുകൾക്ക് ഉണ്ടോ പൊതുവേ? ഓഫ് കോഴ്സ് 50% എൻ്റെ കസ്റ്റമേഴ്സ് മലയാളികളാണ്. അതിൽ എല്ലാ മേഖലകളിലും മലയാളികളുണ്ട്, എൻറ്റയർ GCC. ബാക്കി 50% അതർ നാഷണാലിറ്റീസ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇബ്നു, ദി ക്വസ്റ്റ്യൻ ഈസ് ടു യു. ഇബ്നുവിൻ്റെ സക്സസ്സിൽ വലിയൊരു ഫാക്ടർ ആയിട്ടുള്ള ഒരു സംഭവം ഞാനൊക്കെ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും, യു ആർ വെരി മച്ച് സിസ്റ്റം ഡ്രിവൺ. ഒരു വളരെ സിസ്റ്റം ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇരിക്കുന്ന പല ബിസിനസ്സുകാരും ഒക്കെ ദേ ആർ ലിവിങ് ഇൻസൈഡ് ദി ബിസിനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആളുകളാണ് നമ്മളൊക്കെ, ഞാനടക്കം ഇവിടെയുള്ള പല ആളുകളും. ഒരു ഡേ ടു ഡേ ട്രാപ്പിൽ പെട്ടിട്ട് അത്തരം കുറേ കാര്യങ്ങൾക്ക്. അപ്പോൾ അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇബ്നുവിൻ്റെ ബിസിനസ്സുകൾ. എസ്പെഷ്യലി ദ തിങ് ഇസ് ദാറ്റ് യു ഹാവ് എക്സ്പാൻഡഡ് ഇൻ എ ഗ്ലോബൽ ലെവൽ. അവിടെയൊക്കെ ആ ഒരു സിസ്റ്റം ഡ്രൈവൺ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന്. സിസ്റ്റം ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ടെക്നോളജി നമുക്ക് എത്ര മാത്രം ഉപയോഗിക്കാൻ പറ്റും അത്ര നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. ഈസ് ദാറ്റ് ടെക്നോളജി കോസ്റ്റ്ലി? ഇല്ലല്ല, ഒരിക്കലും കോസ്റ്റ് അല്ല. വൺ ടൈം കോസ്റ്റിൽ നമുക്ക് കൂടും, പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, നമുക്ക് അത് ആ ടെക്നോളജി നമുക്ക് എന്ത് ഇങ്ങോട്ട് പേ ചെയ്യും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ ആദ്യ ഘട്ടങ്ങൾ നമ്മൾ എന്തായാലും ബിസിനസ് ഇൻവോൾവ് ചെയ്ത് തന്നെ പോകണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമുക്കൊരു വിഷൻ ഉണ്ടാവും. ഈ വിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് പോകണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഔട്ടാവും. എപ്പോഴും ഒരു ബിസിനസ് ഓണർ എന്തായിരിക്കണം, ഗ്രോത്തിലായിരിക്കണം ചിന്തിക്കേണ്ടത്. അത് ബിസിനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്തില്ല, ആ ബിസിനസ് ഗ്രോത്തിലേക്ക് പോവില്ല. അവരെപ്പോഴും എക്സ്പാൻഷൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. മറ്റേ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ഓണറായിരിക്കും, പക്ഷേ ശമ്പളം വാങ്ങാത്ത എംപ്ലോയി ആയിട്ട് എന്ത് ചെയ്യും, നമ്മളുണ്ടാവും. ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടാവുക നമ്മളായിരിക്കും ബിസിനസ്സിൽ, ശമ്പളം ഏറ്റവും കുറവും നമുക്കായിരിക്കും. ഇതാണ് പല ബിസിനസ്സിൻ്റെ അവസ്ഥ. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് നോർമലി എന്താണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ, അതിപ്പം UAE അല്ലെങ്കിൽ ലോകത്തെ എവിടെ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ പെരുന്തൽമണ്ണ എടുത്ത് നോക്കുകയാണെങ്കിലും, ഒരു 5 കൊല്ലം മുമ്പ് തുടങ്ങിയതിൽ ഒരു 90% ഒക്കെ നിർത്തിപ്പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു 80 എങ്കിലും നിർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ 5 കൊല്ലം മുമ്പുള്ള തുടങ്ങിയ ടെക്സ്റ്റൈൽസ് ഒരു 80 എണ്ണോ ഇപ്പം ഉണ്ടാവില്ല 100 എണ്ണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ജ്വല്ലേഴ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ഇത് പലപ്പോഴും എന്താണ്, നമ്മൾ ഒരു ഡോക്ടറാവാൻ 5 കൊല്ലം MBBS പഠിക്കും, ബാക്കിയുള്ളവരൊക്കെ പഠിക്കും. ഒരു ബിസിനസ്സുകാരൻ എന്താണ്, ഇതൊന്നും പഠിക്കാതെ ഡയറക്റ്റ് എന്താണ് ഇറങ്ങിക്കൊണ്ട് പഠിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ പഠിക്കുമ്പം ആ പഠന കാലഘട്ടത്തിൽ ഇവനെന്താണ് അവിടുന്ന് വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മുഴുവൻ ഒരു ബിസിനസ്, ഇപ്പം നേരത്തെ മിന്താദൊക്കെ പറഞ്ഞ പോലെ മുഴുവൻ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. എന്താണ് അടുത്തൊരു കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പോലും നമുക്കറിയില്ല. പിന്നെ ജനറേഷൻ Z ഇവർ വന്നു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എല്ലാം പോവുള്ളൂ. ഇപ്പം നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ ഇപ്പം 90s കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ടെക്നോളജി ഡ്രിവൻ തന്നെ ആയിരിക്കും ഇവർ മൊത്തം കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മിന്താദൊക്കെ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, നമ്മുടെ മലയാളീസ് എന്താണ് കേരളത്തിന് പുറത്ത് പോകുന്നില്ല എന്ന്. സത്യത്തിൽ കേരളത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്, സത്യമാണ്. പക്ഷേ ജോലിക്ക് പോകുന്ന ആൾക്കാരെന്ന് കേരളത്തിന് പുറത്തേക്ക് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് ജോലിക്ക്. ഇപ്പം ലോകത്ത് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും നല്ല, ഇപ്പം നാസയിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ജോലിക്കാരിൽ നല്ലൊരു ശതമാനം എന്താണ് മലയാളികളാണ്. അത് ഒരു പിന്നെ കഥ ഉണ്ട്. നമ്മളെ ഈ കേരളത്തിൽ എന്താണ് പിന്നെ അധികം ആൾക്കാരും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇതിനെ പഠിക്കാൻ വേണ്ടി കുറച്ച് പേര് ബോംബെയിലേക്ക് പോയി. ഇപ്പോൾ ബോംബെ പോയി സോഫ്റ്റ്വെയർ കമ്പനി പോയപ്പോൾ പിന്നെ മുമ്പിൽ ചെറിയ പയ്യൻ ഇരിക്കുന്നുണ്ട്. അപ്പം പയ്യനോട് ചോദിച്ച്, പിന്നെ മോനെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. കാരണം പയ്യനെ അവിടെ വെറുതെ ഇരിക്കാൻ വെച്ച്,
അപ്പോൾ അച്ഛൻ്റെ കമ്പനിയിലാണ്, ഇതിൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞു. പയ്യന് 19 വയസ്സുള്ളൂ. അപ്പോൾ ഇതെന്ത് കമ്പനി? സോഫ്റ്റ്വെയർ കമ്പനിയാണ്. നീ എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്? ഞാനിത് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 2-3 കൊല്ലമായി. അപ്പോൾ ഇതിൻ്റെ മുമ്പ് എന്താ ചെയ്തത്? എനിക്ക് ഉപ്പിൻ്റെ ബിസിനസ്സായിരുന്നു. ഗുജറാത്തിൽ നിന്ന് ഉപ്പ് പിന്നെ കൊണ്ടുവരാൻ പണി. അപ്പോൾ ഉപ്പും സോഫ്റ്റ്വെയർ തമ്മിലുള്ള ബന്ധം നോക്കണം. അപ്പോൾ ചോദിച്ച്, ഈ ഉപ്പ് ബിസിനസ് ചെയ്ത് നീ എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്തത്? അപ്പോൾ എന്ത് ചെയ്ത് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ഇഷ്ടംപോലെ മലയാളീസ് ഇരുന്ന് തന്നെ പണിയെടുക്കുകയാണ്. അപ്പോൾ മലയാളീസ് അവരുടെ തലകൾ എന്താണ്, സ്വയം ഉപയോഗിക്കാത്ത മറ്റുള്ളവർക്ക് പണയം വെച്ചിട്ട് മറ്റുള്ളവർ വിറ്റിട്ട് അതിൻ്റെ സാലറി മാത്രം വാങ്ങുന്ന ഒരു അവസ്ഥ ഉള്ളത്. ഈ അവസ്ഥ എന്ത് ചെയ്യണം? മാറണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറി, നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So it's a very interesting advice actually. So I think our time is out. So one more last question to Miandad. ഞാൻ മനസ്സിലാക്കുന്നത് B2B സെഗ്മെന്റിലാണ്, എസ്പെഷ്യലി ഗ്ലോബൽ ലെവലിൽ B2B സെഗ്മെന്റിലാണ് മിയാൻദാദും അല്ലെങ്കിൽ മിയാൻദാദുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്. വൈ ദിസ് B2B? വൈ ദിസ് ഇമ്പോർട്ടൻസ് ഫോർ B2B? അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് B2B ബിസിനസ് ചെയ്തതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. B2B ബിസിനസ്സിൽ നമുക്ക് ഒന്നും കൂടി ഈസിയാണ് ഫോക്കസ് ചെയ്യാൻ. കാരണം വി നോ വാട്ട് ആർ കസ്റ്റമർ നീഡ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. B2C ആകുമ്പോൾ ഓഡിയൻസ് വിൽ ബി ബിഗ്. ടാർഗറ്റഡ് ഓഡിയൻസ് വലുതാകുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ബിഹേവിയറലായിരിക്കും. B2C ബിസിനസ്സിൽ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ മാത്രം ആൻസറബിൾ അല്ല. B2C ബിസിനസ്സിനെ പറ്റി എല്ലാവരും അഭിപ്രായം പറയും. ഈവൻ നോൺ യൂസേഴ്സും അഭിപ്രായം പറയും B2C ബിസിനസ്സിന്. അപ്പോൾ എപ്പോഴും B2C ഇസ് എ ടഫർ ബിസിനസ്. B2B നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താ നമ്മളെ കസ്റ്റമറിന് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. സോ ആക്ച്വലി വളരെ കുറഞ്ഞ സമയമാണ്, ബട്ട് ദേ ഹാവ് ഗിവൺ us സം ക്വിക്ക് ഓപ്പണിങ്സ്. വളരെ ക്വിക്ക്ലി ഉള്ള കുറച്ച് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിവേ, these 3 persons in my view, they are perfect examples for a global scaling up. ഒരു ഗ്ലോബൽ ലെവലിൽ നമ്മുടെ മിനിമൽ റിസോഴ്സുകളും മിനിമൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വെച്ചിട്ട് ഗ്ലോബലി സ്കെയിൽ ചെയ്യുന്നതിന് പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആയിട്ടുള്ള 3 പേരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. സോ ദർ ആർ ലോട്ട്സ് ഓഫ് അതർ ഓണ്ടർപ്രണേഴ്സ് ഓൾസോ ലൈക്ക് ദം. നമ്മളെപ്പോലുള്ള ആളുകൾ ഇത്തരം ആളുകളെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക, കൂടുതൽ പഠിക്കുക. ആൻഡ് ദി ഗ്ലോബൽ സ്കെയിലിംഗ് അപ്പ്, ഇപ്പോൾ നേരത്തെ ഇബിനൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്ലോബലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്ലോബൽ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് റിവേഴ്സിൽ വരാൻ വരെ പോസിബിൾ ആണ്. ഡെഫിനറ്റ്ലി 100% പോസിബിൾ ആണെന്നുള്ള ലിവിങ് എക്സാമ്പിൾസ് ആണ് ഇവിടെ ഇരിക്കുന്നത്.